ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. വേറൊന്നുമില്ല, നമ്മളിപ്പം ഒരു വസ്തു നോക്കിയിട്ട് നമ്മൾ പറയാറുണ്ട് എവിടെയും കാണുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എവിടെയും പോയിട്ടില്ല, ഇങ്ങനെ എവിടെയും എവിടെയും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ നമ്മളൊരു വസ്തു ഇങ്ങനെ തിരഞ്ഞു നോക്കിയിട്ട് നമ്മൾ പറയാറുണ്ട് ഒരിടത്തും കാണുന്നില്ല, അല്ലെങ്കിൽ അവളെ ഒരിടത്തും കാണുന്നില്ല, ഇങ്ങനെ ഒരിടത്തും ഇല്ല എന്നുള്ള വേർഡും പറയാറുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് വേർഡാണെന്ന് പഠിച്ചു വെക്കുന്നത്. ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിവേർ, എവിടെയും. ഇനി ഇതിന്റെ നെഗറ്റീവായി പറയുകയാണെങ്കിൽ ഒരിടത്തും ഇല്ല എന്ന് പറയുമ്പോഴാണ് നമ്മൾ നോ വേർ എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പം എനിവേർ, നോവേർ അല്ലെ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സുകളാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സെന്റൻസുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അവസാനം നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ ഒരുപാട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം. മാത്രമല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. അതും കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇന്നലെ ഞാൻ എവിടെയും പോയില്ല. ഇന്നലെ ഞാൻ എവിടെയും പോയില്ല, ഇത് നമ്മൾ മലയാളത്തിൽ ഒരുപാട് തവണ പറയാറുണ്ട് അല്ലെ. ഇന്നലെ ഞാൻ എവിടെയും പോയില്ല. അപ്പൊ ഞാൻ പോയില്ല, ഐ ഡിഡ്ന്റ് ഗോ എന്നാണല്ലോ. ഇന്നലെ ഞാൻ എവിടെയും പോയില്ല എന്ന് പറയുമ്പോൾ ഐ ഡിഡ്ന്റ് ഗോ എനിവേർ യെസ്റ്റർഡേ എന്നായി. എന്നാൽ ഇവിടെ ഇന്നലെ ഞാൻ എവിടെയും പോയില്ല, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ ഒരിടത്തും പോയില്ല എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഈ ഡിഡിൻ എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ നോവർ എന്ന് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ നോവർ യൂസ് ചെയ്തിട്ടുള്ള സെന്റൻസ് ഞാൻ പറയാം. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ഐ ഡിഡിൻ, ഇത് തന്നെ നെഗറ്റീവാണ്. ഐ ഡിഡിൻ ഗോ എനിവേർ യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ എവിടെയും പോയില്ല, അല്ലെങ്കിൽ ഇന്നലെ ഞാൻ ഒരിടത്തും പോയില്ല എന്ന് പറയാനും ഈ ഒരു സെന്റൻസ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഒരിടത്തും ഇല്ല എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് നോവർ യൂസ് ചെയ്തൂടെ? നോവർ യൂസ് ചെയ്യാം, പക്ഷെ അവിടെ ഡിഡിന്റെ ആവശ്യമില്ല. നമ്മൾ എന്ത് പറയണം? ഐ വെന്റ് ഹിം നോവർ യെസ്റ്റർഡേ എന്ന് പറയണം. അപ്പോ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാനുണ്ട്. നെക്സ്റ്റ് സെന്റൻസ്, അവളെ ഞാൻ എവിടെയും കണ്ടില്ല. അവളെ കണ്ടില്ല, ഐ ഡിഡ്ന്റ് സീ ഹർ എനിവേർ. ഐ ഡിഡ്ന്റ് സീ ഹർ എനിവേർ. അവളെ ഞാൻ എവിടെയും കണ്ടില്ല. അവനിപ്പോൾ എവിടെയും ജോലി ചെയ്യുന്നില്ല. അവനിപ്പോൾ എവിടെയും ജോലി ചെയ്യുന്നില്ല ഓൺ ദ സ്പോട്ടിലുള്ള കാര്യമാണ്, നെഗറ്റീവ് തന്നെയാണല്ലോ. അപ്പം ഹി ഈസിന്റ്, അവിടെ നമ്മൾ ഈസിന്റ് എന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. ഹി ഈസിന്റ് വർക്കിംഗ് എനിവേർ നൗ. ഹി ഈസിന്റ് വർക്കിംഗ് എനിവേർ നൗ. അവനിപ്പോൾ എവിടെയും ജോലി ചെയ്യുന്നില്ല. ഇവിടെയും നമ്മൾ ഈസിന്റ് യൂസ് ചെയ്തു. അതിനുശേഷം വന്നത് എനിവേർ എന്നാണ്, നോവേർ അല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റിൽ ഒരു നെഗറ്റീവ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ എനിവേർ യൂസ് ചെയ്യണം. അവസാനം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ, ഇനി എന്റെ ഫോൺ എവിടെയും കാണുന്നില്ല. നമ്മൾ പറയാറുണ്ടല്ലോ എന്റെ ഫോൺ എവിടെയും കാണുന്നില്ല, എന്റെ വാച്ച് എവിടെയും കാണുന്നില്ല, എന്റെ ഷർട്ട് എവിടെയും കാണുന്നില്ല, ഇങ്ങനെ നമ്മൾ പറയാറുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഐ കാണ്ട് ഫൈൻഡ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ. ഐ കാണ്ട് ഫൈൻഡ് മൈ ഫോൺ എനിവേർ. ഐ കാണ്ട് എന്ന് വന്നത് കൊണ്ട് നമ്മൾ എന്ത് വേണം? എവിടെയും എന്നുള്ളതിന് എന്ത് വേണം? എനിവേർ. എനിവേർ ഒരു നെഗറ്റീവ് വേർഡ് അല്ല. നെഗറ്റീവ് ആക്കാനാണ് നമ്മൾ കാണ്ട്, ഈസിന്റ്, ഡിഡിൻ എന്നൊക്കെ യൂസ് ചെയ്യുന്നത്. പക്ഷെ നോവേർ എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പോ ഈ ഒരു സെന്റൻസ് നമ്മൾ നോവേർ യൂസ് ചെയ്ത് പറയുകയാണെങ്കിൽ വേറെ ടൈപ്പിലായിരിക്കും, അത് നമുക്ക് പറയാം. ഓക്കെ, നീ അവനെ എവിടെയെങ്കിലും കണ്ടോ? നീ അവനെ എവിടെയെങ്കിലും കണ്ടോ? ഇങ്ങനെ ഒരു പോസിറ്റീവ് സെന്റൻസ് യൂസ് ചെയ്യുന്ന സിറ്റുവേഷനിലും നമുക്ക് എനിവേർ യൂസ് ചെയ്യാം. ഡിഡ് യു സീ ഹിം എനിവേർ? Did you see him anywhere? നീ അവനെ എവിടെയെങ്കിലും കണ്ടോ? ഓക്കെ, ഇനി നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാം അല്ലെ. നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാം എന്ന് പറയാറുണ്ട്. We can sit anywhere. We can sit anywhere. നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാം. ഓക്കെ, അപ്പോ ഇങ്ങനെ നമുക്ക് എനിവേർ യൂസ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള സെന്റൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ. ഇനി നമ്മൾ നോവർ യൂസ് ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നോവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരിടത്തും ഇല്ല. നോ എന്ന് പറഞ്ഞാൽ ഇല്ല, വേർ എവിടെയും. അപ്പൊ എവിടെയും ഇല്ല അല്ലെങ്കിൽ ഒരിടത്തും ഇല്ല എന്നുള്ള ഒരു നെഗറ്റീവ് സെന്റൻസ് പറയുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ, എന്റെ ഫോൺ ഒരിടത്തും ഇല്ല അല്ലെ. എന്റെ ഫോൺ ഒരുപാട് നമ്മൾ തിരഞ്ഞു കഴിഞ്ഞു, എന്റെ ഫോൺ ഒരിടത്തും ഇല്ല. മൈ ഫോൺ ഈസ്, അവിടെ നമ്മൾ ഈസിന്റെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നോവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നെഗറ്റീവ് ആണ്. പക്ഷെ എനിവേർ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഡിഡിൻ, ഈസിൻ, അതുപോലെ കാൻഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ
പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നോവർ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ ആണല്ലോ. അപ്പോ മൈ ഫോൺ ഈസ് നോവർ. മൈ ഫോൺ ഈസ് നോവർ. എൻ്റെ ഫോൺ ഒരിടത്തുമില്ല. ഇനി എൻ്റെ ഫോൺ എവിടെയും കാണുന്നില്ല എന്ന് പറയുന്ന നമ്മളെ ഫസ്റ്റ് സെന്റൻസ് ഇങ്ങനെ പറയാം, മൈ ഫോൺ ഈസ് നോവർ ടു ബി ഫൗണ്ട് എന്ന് വേണമെങ്കിലും പറയാം നമുക്ക് കേട്ടോ. അപ്പൊ നോവർ യൂസ് ചെയ്യുന്ന രീതി ഇതാണ്. നമ്മൾ ഒരാളെങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് നമ്മൾ പറയാണ് അവൻ ഓഫീസിന്റെ അടുത്ത് പോലുമില്ല, അല്ലെങ്കിൽ അവൻ ആ ഓഫീസിലേക്കാണ് അവൻ പോയത്, ഓഫീസിന്റെ അടുത്ത് പോലും ഇല്ല അല്ലേ, ആ ഒരിടത്തും ഇല്ല എന്നുള്ള ഒരു മീനിങ് ആണ്. സോ ഹി ഈസ് നോവർ നിയർ ദ ഓഫീസ്. ഹി ഈസ് നോവർ നിയർ ദ ഓഫീസ്. ഓഫീസ് അല്ലെങ്കിൽ സ്കൂൾ അല്ലെങ്കിൽ ബാങ്ക് എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. ഹി ഈസ്, അവിടെ ഈസിന്റെ അല്ല നോവർ ആണ് നമ്മളെ നെഗറ്റീവ് വേർഡ്. ഹി ഈസ് നോവർ നിയർ ദ ഓഫീസ്. അവൻ ഓഫീസിന്റെ അടുത്ത് പോലും ഇല്ല. താക്കോല്, വണ്ടിന്റെയോ വീടിന്റെയോ ഏതോ ഒരു താക്കോല് നമ്മൾ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താക്കോൽ ഒരിടത്തും ഇല്ല, അല്ലെങ്കിൽ താക്കോൽ ഒരിടത്തും കണ്ടെത്താനാകുന്നില്ല, അല്ലെങ്കിൽ താക്കോൽ ഒരിടത്തും കാണുന്നില്ല. നമ്മൾ നേരത്തെ നമ്മളെ ഫോൺ പറഞ്ഞതുപോലെ എവിടെയും ഇല്ല എന്ന് പറഞ്ഞല്ലോ. അപ്പം അതേ ഒരു സെന്റൻസ് നമുക്ക് ഇതുപോലെ പറയാം, താക്കോൽ ഒരിടത്തും കാണുന്നില്ല, അല്ലെങ്കിൽ താക്കോൽ ഒരിടത്തും കണ്ടെത്താനാകുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ദ കീസ് ആർ നോവർ ടു ബി ഫൗണ്ട് അല്ലേ, ടു ബി ഫൗണ്ട് എന്ന് പറയാം. അല്ലെങ്കിൽ താക്കോൽ ഒരിടത്തും കാണുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയാം, ഒരിടത്തും ഇല്ല എന്ന് പറയാം. മൈ കീസ് ആർ നോവർ, സിമ്പിൾ ആയിട്ട് അങ്ങനെ പറയാം, എൻ്റെ താക്കോൽ ഒരിടത്തും ഇല്ല അല്ലേ. അല്ലെങ്കിൽ താക്കോല് കണ്ടെത്താനാകുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ദി കീസ് ആർ നോവർ ടു ബി ഫൗണ്ട്, ഇങ്ങനെ നമുക്ക് പറയാം. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെന്റൻസ് ഉണ്ട്, എനിക്ക് പോകാനൊരിടവുമില്ല അല്ലേ. നമ്മൾ അത്രയും ബുദ്ധിമുട്ടായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ പറയാറുണ്ട് എനിക്ക് പോവാനൊരിടവുമില്ല. എനിക്ക് പോവാനൊരിടവുമില്ല എന്ന് പറയാറുണ്ട്. എനിക്കില്ല, ഐ ഹാവിൻറ്റ് എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാം, ഐ ഹാവ് നോവർ ടു ഗോ. ഐ ഹാവ് നോവർ ടു ഗോ, എനിക്ക് പോകാനൊരിടവുമില്ല. ഓക്കെ, അവൾക്ക് ജോലി ചെയ്യാനൊരിടവുമില്ല അല്ലേ, അവൾക്ക് ജോലി ചെയ്യാൻ ഒരിടവുമില്ല. അപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ കിച്ചണിൽ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് നിൽക്കാൻ പോലും ഒരിടമില്ല പറയാറുണ്ട്, നമുക്ക് ജോലി ചെയ്യാൻ പോലും ഒരിടമില്ല എന്ന് പറയാറുണ്ട്. അപ്പം അവൾക്ക് ജോലി ചെയ്യാൻ ഒരിടവുമില്ല എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ സബ്ജക്റ്റ് അവളാണ് അല്ലെ. ഷി ഹാസ് നോ വേർ ടു വർക്ക്, അവൾക്ക് ജോലി ചെയ്യാൻ ഒരിടവുമില്ല. അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ യൂസ്ഫുൾ ആണ്, വളരെ സിമ്പിൾ ആണ് അല്ലെ. അപ്പൊ എനിവേറും നോ വേറും വളരെ വ്യക്തമായി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് ചോദിക്കുക. നിങ്ങൾക്ക് നല്ലൊരു ക്വസ്റ്റ്യൻസ് തരാം കേട്ടോ. ഇത് മുഴുവനും വളരെ വ്യക്തമായി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് റിപ്പീറ്റ് സെന്റൻസുകൾ ചെയ്താൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇത് മനസ്സിലാകുകയും ചെയ്യും. ഒന്നും കൂടി ഇത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്തിട്ട് വീഡിയോ ഒന്നും കാണാം കേട്ടോ. ഓക്കെ, അപ്പോ നമ്മുടെ സെന്റൻസ് ഇതാണ്, ഞങ്ങൾ ഒരിടത്തും ഇതുവരെ പോയിട്ടില്ല. ഞങ്ങൾ ഒരിടത്തും ഇതുവരെ പോയിട്ടില്ല എന്നാണ് സെന്റൻസ് അല്ലെ, നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ പറയാം, we haven't went anywhere yet. ഒന്ന്. രണ്ടാമത് we haven't gone anywhere yet. രണ്ടാമത്തെ സെന്റൻസ്. മൂന്നാമത്തത് we haven't gone nowhere yet. We haven't gone nowhere yet. ഇതിൽ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ഏതാണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പിടികിട്ടിയിട്ടുണ്ടാകും അല്ലെ. അപ്പൊ ഇത് മൂന്നും ഒന്ന് നല്ലതുപോലെ ഒന്ന് വായിച്ച് എടുത്തിട്ട് നിങ്ങൾ കമന്റിൽ അറിയിക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് ഫുൾ സെന്റൻസ് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ABC എന്നോ അല്ലെങ്കിൽ 1 2 3 എന്നോ എന്താണ് ഇതിന്റെ നമ്പർ ഒന്ന് കമന്റ് ആയിട്ട് അറിയിച്ചാലും മതി. എന്തായാലും അതിന്റെ ആൻസർ തെറ്റിയാലും ഇല്ലെങ്കിലും ഒക്കെ കമന്റിൽ ഞാൻ കണ്ടേ പറ്റൂ. ഓക്കെ, അപ്പൊ എത്ര പേര് കാണുന്നുണ്ട് എല്ലാവരും ഈ ഒരു ആൻസർ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. അത് എന്റെയും കൂടി ആവശ്യമാണ് കേട്ടോ. ഞാൻ ഇത്രയും റിസ്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് തന്നതിനുള്ള റിസൾട്ട് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് കമന്റ് ആയിട്ട് ഓരോരോ സെന്റൻസും ഞാൻ തരുന്നത് കേട്ടോ. ഓരോരുത്തർ കണ്ടിട്ടില്ലെങ്കിൽ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് യൂസ്ഫുൾ ആയിട്ടാണല്ലോ അത്. അപ്പൊ നിങ്ങളും അതുപോലെ തന്നെ ട്രൈ ചെയ്യുക. വളരെ സിമ്പിൾ ആണ്. ഇനി തെറ്റാണോ എന്നുള്ള ഒരു പേടിയിൽ നിങ്ങൾ ചെയ്യാതിരിക്കേണ്ട. തെറ്റിക്കോട്ടെ, അവിടെ നമുക്ക് കറക്ഷൻ ആണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ വീഡിയോ ഇങ്ങനെ പൊയ്ക്കോളും. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലും ഒക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ
നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. പിന്നെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ഇതേ ടോപ്പിക്ക് തന്നെ ഷോർട്സ് ആയിട്ടും പിന്നെ ടെസ്റ്റുകളായിട്ടൊക്കെ ഇടാറുണ്ട്. നിങ്ങളതൊക്കെ പോയിട്ടൊന്ന് ഫോളോ ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.